ജിംനേഷ്യത്തിൽ വർക്കൗട്ടിന് പോകുന്ന ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ്. കൂടുതൽ ആളുകൾ ജിമ്മിൽ പോകുമ്പോൾ വേറെ കുറേ ആളുകൾ അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. അവർ ഹെവി ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും. പൊതുവെ സ്റ്റാർട്ടിങ് ജിമ്മിൽ ആദ്യമായിട്ട് പോകുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിലും ബാക്കിയുള്ള ആളുകൾ ഓവറായിട്ടുള്ള വെയിറ്റുകളൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ പൊതുവെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കും ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. അതായത് കുറച്ചധികം വെയിറ്റ് എടുക്കുക, എത്രയും പെട്ടെന്ന് മസിൽസ് പെരുപ്പിക്കുക എന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട്. ഇതിൻ്റെ ദോഷം നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് വർക്കൗട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക. അതായത് റെപ്സ് കൂടുതൽ, നമ്മൾ റിപ്പീറ്റേഷൻ എന്ന് പറയും, റെപ്സ് നമുക്ക് കൂടുതൽ ചെയ്ത് ഒരു മോഡറേറ്റ് വെയിറ്റിൽ ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ച് റെപ്സ്, അത് 1, 2, 3, 5 റെപ്സ് ചെയ്യുക, പക്ഷെ ഹെവി വെയിറ്റ് എടുക്കുക. ഈ രണ്ട് രീതിയിലും കാണാറുണ്ട്. ഇതിലേതാണ് നല്ലത്? നോർമലി പല ആളുകളും ചെയ്തു പോകുന്നത് 1, 2, 3 അല്ലെങ്കിൽ 4, 5 റെപ്സ് ചെയ്യും. പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നതോ അതിനപ്പുറമോ ഉള്ള വെയിറ്റ്, പ്രത്യേകിച്ചും ഒരു ഈഗോ ലിഫ്റ്റിംഗ്, തൊട്ടപ്പുറത്തുള്ള ഒരാളുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് കണ്ട് അതിലൊരു ഹരം കയറി ഓവറായിട്ട് വെയിറ്റ് എടുക്കുന്ന ശീലം കാണാറുണ്ട്. ഇത് തെറ്റാണ്. നമുക്ക് ഗുണത്തിലേറെ ശരീരത്തിനും ദോഷം വരുത്തി വെക്കും. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വെയിറ്റ്, നമ്മുടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ബാക്കി ജോയിൻറ്റുകൾക്കൊന്നും അധികം സ്ട്രെയിൻ വരാത്ത രീതിയിൽ വെയിറ്റ് യൂസ് ചെയ്യുക. അത് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മളെ കൊണ്ട് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് 10, 15 കിലോക്ക് താഴെ, 10 കിലോ ഒക്കെയാണ് ഐഡിയൽ, 8, 10 കിലോ ആണ് ഏറ്റവും ഐഡിയൽ വെയിറ്റ്. ആ വെയിറ്റ് എടുക്കുക. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ റിപ്പീറ്റേഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് നല്ലത്. ഐഡിയൽ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ 10 മുതൽ 12 അല്ലെങ്കിൽ 8 മുതൽ 12 വരെ റെപ്സ് ചെയ്യുകയാണ് നിങ്ങൾ 3, 4 റെപ്സ് ചെയ്യുന്നതിനേക്കാളും ഗുണം ചെയ്യുക. ഇതിന് ബെനിഫിറ്റ് എന്താണെന്ന് നോക്കിയാൽ, ഒന്നാമത് നമ്മുടെ മസിലുകൾക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കുറഞ്ഞ വെയിറ്റിൽ, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വെയിറ്റിൽ കൂടുതൽ റെപ്സ് ചെയ്യുന്നത് ഇഞ്ചുറി സാധ്യത കുറയും എന്ന് മാത്രമല്ല, നമ്മുടെ മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റിനും സ്ട്രെങ്ത്തിനും ഏറ്റവും കൂടുതൽ സഹായമാവും ചെയ്യുന്നത് നമ്മൾ റെപ്സ് കൂട്ടുമ്പോഴാണ്. എന്നാൽ നമ്മൾ ഓവർ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ, ഓവർ വെയിറ്റ് എടുക്കുമ്പോൾ നമ്മൾ സപ്പോസ് ഇപ്പോൾ ബൈസെപ്സിന് ചെയ്യുന്ന ഒരു വെയിറ്റ് ആണെങ്കിൽ നമുക്ക് താങ്ങാവുന്നതിന് അപ്പുറം വെയിറ്റ് എടുക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് ബൈസെപ്സിലേക്ക് ആക്ഷൻ ഉണ്ടാവുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ നമ്മൾ ജോയിൻറ്റുകൾക്ക്, ഷോൾഡറിനും നമ്മുടെ എൽബോക്കൊക്കെ കൂടുതൽ സ്ട്രെയിൻ വരാനും മറ്റു മസിലുകൾക്കും അത് സ്ട്രെയിൻ വരാനും മസിൽ ഇഞ്ചുറി, ഷോൾഡർ ഇംപിഞ്ച്മെന്റ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോർമലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ റെപ്സ് ചെയ്ത് അവസാനം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അളവുണ്ടാവും. നമ്മൾ ഒന്നല്ല 8 റെപ്സ് അല്ലെങ്കിൽ 10 റെപ്സ് ആണെങ്കിൽ അവസാനം ചെയ്യുന്ന 1, 2 റെപ്സുകൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യണം. പക്ഷേ എന്നാലും നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ബാക്കി നമ്മളെ ജോയിന്റുകൾക്ക്, ഷോൾഡർ, ഇപ്പോൾ ബൈസെപ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡറിനോ എൽബോ അതല്ലെങ്കിൽ നമ്മുടെ റിസ്റ്റിനോ അതും അധികം പ്രശ്നങ്ങളോ ഇഞ്ചുറികളോ വരാനുള്ള സാധ്യതയില്ല. ഓവർ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജോയിന്റ് ഇഞ്ചുറികൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്ത് സ്ക്വാറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മുട്ടിലെ കാർട്ടിലേജിന് ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ IVDP, നമ്മൾ ഓവർ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷനാണ് നമ്മൾ ഡിസ്കിന് ബൾജ് വരും. നട്ടിലുള്ള ഡിസ്കുകൾക്ക് ബൾജ് വരാൻ, IVDP പോലുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഷോൾഡർ ഇംപിഞ്ച് പോലുള്ള ഇഷ്യൂസ് കാണാറുണ്ട്. പിന്നെ നമ്മളെല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു ലോങ് ടേം ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ്. ഒരു ത്രൂ ഔട്ട് ലൈഫ്, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ പെട്ടെന്ന് മസിൽ ഡെവലപ്മെൻറ്റിന് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നതിനപ്പുറം ലോങ് ടേം ആയിട്ട് അധികം മസിൽ ഇഞ്ചുറികളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ, ബാക്കി ജോയിൻറ്റുകൾക്ക് ഇഷ്യൂസോ തേയ്മാനങ്ങളോ വരാതെ ലോങ് ടേം ആയിട്ട് നമ്മുടെ ഫിറ്റ്നസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ മോഡറേറ്റ് വെയിറ്റും കൂടുതൽ റെപ്സും നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മൾ റെപ്സ് കൂടുതൽ ചെയ്യുമ്പോൾ, റിപ്പീറ്റേഷൻസ് കൂടുതൽ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആവും. നമ്മുടെ ഫാറ്റ് മൂവ്മെൻറ്റിന് വളരെ നല്ലതാണ്. അതുപോലെ ജോയിൻറ്റുകൾക്കൊക്കെ സ്റ്റെബിലിറ്റി കിട്ടാനൊക്കെ നല്ലതാണ്. അതുപോലെ നമ്മൾ മോഡറേറ്റ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് റെപ്സ് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാനും നമുക്കത് സഹായകമാകും.
അത് മാത്രമല്ല നമ്മൾ മനസ്സിൽ കണ്ട ഒരു ഫുൾ റെപ്സ്, ഒരു 10 റെപ്സ് അല്ലെങ്കിൽ 12 റെപ്സ് ആണെങ്കിൽ അത് മുഴുവൻ നമുക്ക് ചെയ്ത് തീർക്കാനും കൂടെ പറ്റുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, നമ്മുടെ മസിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓവർ വെയിറ്റ് ആകുമ്പോൾ നമുക്കതൊരു ഡിഫിക്കൽട്ട് ഒരു ടാസ്ക് ആയിട്ട് മാത്രമേ അത് ചെയ്യുന്ന ആൾക്ക് ഫീൽ ചെയ്യുള്ളൂ. മാത്രമല്ല മസിൽ ആക്ടിവേഷൻ, നമ്മുടെ മസിലിൽ ഗ്രാജ്വലി അതിൻ്റെ കറക്റ്റ് ഷേപ്പോട് കൂടി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ റെപ്സ് കൂട്ടി ചെയ്യാനും വെയിറ്റ് നമുക്ക് താങ്ങാവുന്ന ഒരു മോഡറേറ്റ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. പലപ്പോഴും ഇൻസ്ട്രക്ടേഴ്സ്, നമ്മളെ ജിമ്മിലുള്ള ട്രെയിനേഴ്സ് വെയിറ്റ് കൂട്ടിയെടുക്കാൻ ചില ആളുകളെ അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. ഒരാളുടെ എബിലിറ്റി അനുസരിച്ചിട്ടുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വെയിറ്റ് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആഫ്റ്റർ എഫക്റ്റ് ഈ കാരണം കൊണ്ട് വരാനും നമ്മളെപ്പോഴും നമ്മുടെ ഫിറ്റ്നസ് ഒരു ലോങ് ടേം ആയിട്ട് ത്രൂ ഔട്ട് ലൈഫ് നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. താൽക്കാലികമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു താല്പര്യം കൊണ്ട് നമ്മൾ ജിമ്മിൽ പോയി അത് കാലാകാലത്തേക്കുള്ള ഒരു ഇഞ്ചുറി നമ്മുടെ ജോയിൻസിനോ മസിൽസിനോ വരുത്തി വെക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള നമ്മുടെ ഫിറ്റ്നസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളതാണ്. എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ 10 മുതൽ 12 അല്ലെങ്കിൽ 10 മുതൽ 15 റെപ്സ് വരെ ചെയ്യാൻ ശ്രദ്ധിക്കുക. മോഡറേറ്റ് വെയിറ്റ് ആകുമ്പോൾ ഇത്രയും റെപ്സ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ ഹെവി വെയിറ്റ് ആകുമ്പോൾ മാക്സിമം നമുക്ക് 3 മുതൽ 5 റെപ്സ് വരെ ചെയ്യാൻ കഴിയുള്ളൂ. മാത്രമല്ല അത് മസിൽ ഫാറ്റീഗും അതുപോലെ ഇഞ്ചുറിക്കും സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ടപ്പുറത്തുള്ള ആളുകൾ എത്ര ഹെവി വെയിറ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലോങ് ടൈം ആയിട്ടുള്ള ഫിറ്റ്നസ്സും നമ്മുടെ ഇഞ്ചുറിയെയും മനസ്സിൽ കണ്ടുകൊണ്ട് അതിന് നമുക്ക് താങ്ങാവുന്ന വെയിറ്റ് മാത്രം എടുത്ത് പറ്റുന്ന മാക്സിമം റെപ്സ് കൂട്ടി വർക്കൗട്ട് ചെയ്യാവും എപ്പോഴും നല്ല. ഈ കാര്യം ജിമ്മിൽ പോകുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇതുപോലെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.